ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് കണ്ടിട്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ പറയും ഇത് അന്ത്യകാലമാണ്. ബൈബിളിലേക്ക് നോക്കിയാല് അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഇതെല്ലാം മുന്നേ കൂട്ടി ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രണ്ട് തിമോത്തിയോസ് 3-ാം അധ്യായത്തിലാണല്ലോ ആ കാലം. ആ, ഇനിയുള്ള കാലത്തെക്കുറിച്ചുള്ള റോഡ് മാപ്പാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് നമുക്ക് പറയാം. നമ്മളത് പണ്ട് സീരീസ് ആയി തന്നെ വിനുവിൽ കൂടെ പഠിച്ചതാണ്. അതിലെ 2-3 അധ്യായങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. സഭയുടെ കാലഘട്ടം അതിൽ കൂടെ കടന്നു പോവുകയാണ്. എന്നാൽ വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഈ പുസ്തകത്തോടൊപ്പം മറ്റ് ചില തിരുവചന ഭാഗങ്ങളും കൂടെ ചേർത്ത് വെച്ച് പഠിച്ചാൽ കർത്താവിൻ്റെ അന്ത്യകാഹളം കേൾക്കാൻ ഇനി ഏറെ സമയമില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അത് കഴിഞ്ഞുള്ള മഹോപദ്രവ കാലത്തിൻ്റെ ഒടുവില് 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിശാചിനെയും ഏറ്റവും ഒടുവിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത മനുഷ്യരെയും കത്തുന്ന തീപ്പൊയ്കയിൽ അല്ലെങ്കിൽ 2-ാം മരണത്തിലേക്ക് തള്ളിയിടുന്നതോടെ ഇപ്പോഴുള്ള ഈ ഭൂമിയും ആകാശവും ഇല്ലാതെയാവും. ഒടുവില് 21-22 അധ്യായങ്ങളിൽ യോഹന്നാൻ ലഭിച്ച വെളിപ്പാടിന്റെ ക്ലൈമാക്സ് ആണ് നമ്മൾ കാണുന്നത്. ദൈവജനത്തിന്റെ ഡെസ്റ്റിനി, അതിൻ്റെ അതിമനോഹരമായ ഒരു ഹ്രസ്വ ചിത്രമാണ് ആ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടുത്തെ ജീവജല നദിയും ജീവവൃക്ഷവും ദൈവത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസും രാജാക്കന്മാരായി വാഴുവാനുള്ള പദവിയും എല്ലാം അതൊരു ഏദൻ പറുദീസയുടെ പുനരാവർത്തനമാണോ എന്ന് തോന്നും. ഉൽപ്പത്തി പുസ്തകം അത് ആദ്യത്തെ അധ്യായങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകും. നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നടക്കുന്ന കാര്യങ്ങളാണ് ആ 21-22 അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെ 22-ാം അധ്യായത്തിൻ്റെ 5 യോഹന്നാന്റെ വെളിപ്പാട് അവസാനിക്കുക. പിന്നീട് 6 മുതലുള്ള വാക്യങ്ങളിൽ ആ വചനത്തിലേക്ക് വരുമ്പോഴാണ് വിശ്വാസവും യോഗ്യവുമായ സത്യവുമായ ഈ വചനത്തോട് നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് ഈ പുസ്തകം അവസാനിപ്പിക്കുക. നമ്മളിവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ദയവായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വചനമാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമേ. ഈ വചനത്തോട്, വിശ്വാസയോഗ്യവും സത്യവുമായ ഈ വചനത്തോട് എന്തുകൊണ്ട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുതെന്ന് കർത്താവ് കൽപ്പിച്ചത്. ഇത് ബൈബിളിലെ 66 പുസ്തകവും മുദ്രയിടാതെ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുക. മനുഷ്യോൽപ്പത്തി മുതൽ മനുഷ്യനെ മടക്കി കൊണ്ടുവരുവാൻ പദ്ധതി ഒരുക്കി കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവിനെയാണ് തിരുവചനത്തിലുടനീളം നമ്മൾ കാണുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പുസ്തകത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ നിത്യതയെ തീരുമാനിക്കുന്നത്. ആരെങ്കിലും കാണിക്കാനോ കേൾപ്പിക്കാനോ അല്ല. ഈ പുസ്തകത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അത് നമ്മുടെ നിത്യതയെ തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ തുടർന്ന് പറയുന്ന കാര്യങ്ങളും വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കണം. 7-ാം വാക്യത്തില് യേശു പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ബിഹോൾഡ് ഐ കം ക്വിക്ക്ലി. അതേ കാര്യം തന്നെ ആ അധ്യായത്തിന്റെ 12, 16, 20 വാക്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ച് പറയുക. അത്രയ്ക്ക് ഗൗരവമേറിയ ഒരു കാര്യമാണ് ആ വേഗം വരിക എന്നുള്ളത്. എന്നാൽ വേഗം വരുന്നുവെന്ന് കേൾക്കുമ്പോഴൊക്കെ
ഇതുവരെ വന്നില്ലല്ലോ എന്ന് നമ്മുടെ കാതിൽ മന്ത്രിക്കുന്ന ഒരുത്തനുണ്ട്, പിശാച്. ഉം. അവന് ഇത് കേട്ട ഉടനെ നമ്മളോട് പറഞ്ഞു തരുന്ന ഇതാ: അയ്യോടാ, ഇതുവരെ വന്നില്ലല്ലോ, എത്ര നാളായി പറയാൻ തുടങ്ങിയിട്ട്. ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളോട് തന്നെ നിങ്ങളുടെ കാതുകളിൽ വന്ന് മന്ത്രിക്കുന്നു, വേറെ ആരുമല്ല. എന്നാൽ ഇനിയുള്ള അവന്റെ വരവ് ഇമിനന്റ് ആയിരിക്കുമെന്നാണ് യേശു പറയുന്നത്. ക്വിക്ലി എന്നാൽ സഡൻലി അല്ലെങ്കിൽ സ്വിക്ലി എന്നാണ് അർത്ഥം. ഒരു പക്ഷി വെള്ളത്തിൽ നിന്ന് മീനെ റാഞ്ചുന്ന അത്ര വേഗത്തിലായിരിക്കും കർത്താവിന്റെ വരവെന്ന് പറയുക. അതാണ് ആ വാക്കിന്റെ അർത്ഥം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്ത്യകാഹളത്തിങ്കൽ നൊടിയിടയിൽ അഥവാ കണ്ണിമയ്ക്കുന്നിടയിൽ അത് സംഭവിക്കും. അതുകൊണ്ടാണ് ഇത് ഗൗരവമേറി ഇതാ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പിന്നെയും പറഞ്ഞത്. എന്നാൽ 11-ാം വാക്യത്തിൽ വരുമ്പോൾ അവന്റെ ആ സ്വരത്തിന്റെ ടോണ് അല്പം മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുവരെ പറഞ്ഞ വേദപുസ്തകത്തിന്റെ ശൈലിയല്ല അവിടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. എനിക്കറിയാം, നമുക്കെല്ലാം കാണാപ്പാടം അറിയാവുന്ന ഒരു വാക്യമൊക്കെ ആയത്, അതുകൊണ്ട് നമുക്ക് വളരെ കൂളായി ഇതൊക്കെ അങ്ങ് പറഞ്ഞുവിടാൻ. അതിലേക്ക് ഗൗരവമേറിയ ആലോചനകൾ ശ്രദ്ധിക്കണമേ. ഈ വാക്യത്തിന്റെ മുമ്പിലും പിറകിലും ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് യേശു ഈ വചനം നമ്മളോട് പറയുന്നത്. അവന്റെ വരവിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവൻ സ്വിഫ്റ്റായിട്ട് വരാൻ പോവുകയാ. നൊടിയിടയിൽ ഇത് സംഭവിക്കും. ആ നിമിഷത്തിൽ പിന്നീട് യു ടേൺ എടുക്കാൻ ആർക്കും കഴിയയില്ലെന്ന്, അതിനുള്ള സമയം കിട്ടുകയില്ല കേട്ടോ. അതുകൊണ്ട് അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്തു, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കയക്കൂ, പിന്നീട് നിന്റെ തീരുമാനത്തിനനുസരിച്ച് അനുഭവിച്ചോ എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ വചനത്തിന്റെ അർത്ഥം. ഏറ്റെടുക്കുന്നവർക്ക് കൊള്ളാം കേട്ടോ. തിരുവചനത്തിൽ അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തെ നോക്കിയാൽ ഇത് ഈറ്റുനോവിന്റെ ആരംഭമല്ല, അവസാനമാണെന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. ഒരു ദൈവദാസന് ഇന്നത്തെ തലമുറയെ കുറിച്ച് പറഞ്ഞത്, നമ്മുടെ സമൂഹം ഇന്ന് സാംസ്കാരിക മതിഭ്രമത്തിന്റെ ലാൻഡ് മൈനുകളുടെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ഈ ലാൻഡ് മൈൻ എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ഇപ്പൊ പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കില് കപ്പലുകൾക്ക് പോവാതെ നാവിക മൈനുകൾ ഇട്ടിട്ടുള്ള കാര്യം എന്നാ, അതേലെങ്ങാനും തട്ടിയ കപ്പലടക്കം പൊട്ടിത്തെറിച്ച് നശിക്കും. ഇന്നത്തെ ലോകം, ഇന്നത്തെ സമൂഹം സാംസ്കാരിക മതിഭ്രമത്തിന്റെ ലാൻഡ് മൈനുകളിൽ കൂടെ നടക്കുകയാണെന്നാ പറഞ്ഞത്. നമ്മുടെ കുട്ടികളെ ആ പാതയിലേക്ക് മുന്നോട്ട് അയക്കുമ്പോൾ നമ്മൾ അതിന് ഏറ്റവും വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. നമ്മുടെ പിഞ്ചോമനകൾക്ക് കളിക്കാൻ കൊടുക്കുന്ന മൊബൈൽ ഫോൺ തുടങ്ങി ഓരോ കാര്യങ്ങളെയും ഈ മൈനുകളോട് ചേർത്ത് എണ്ണിയാൽ മതി. നാം പറയുന്നിടത്ത് നിൽക്കാതെ വണ്ണം നമ്മുടെ തലമുറകൾ ലോക സംസ്കാരത്തിന്റെ നീർച്ചുഴിയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുക. ഞാൻ അതേക്കുറിച്ച് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ മാത്രം ഓപ്പറേഷൻ തൂഫാനിലൂടെ ഡ്രഗ്സിന്റെ സ്വാധീനം എത്രത്തോളം നമ്മുടെ തലമുറയെ ബാധിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മാതൃകയാകേണ്ട അധ്യാപികമാർ പോലും അതിൻ്റെ കാരിയേഴ്സായി അത് കണ്ട് തരിച്ചിരിക്കുന്ന കേരളത്തെയാണ് നമ്മൾ നമ്മുടെ മുൻപിൽ കാണുന്നത്. ഇതിൻ്റെ സ്വാധീനം അധാർമിക ജീവിതത്തിനും സാമൂഹിക അരാജകത്തിനും മാതാപിതാക്കളെ പോലും കൊല ചെയ്യുന്നതിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്ന ഭയാനക വാർത്തകളും നമ്മുടെ മുമ്പിൽ ഒരു ഭീകര സത്വം പോലെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആത്മീയ ലോകത്തിലേക്ക് വന്നാൽ ഇന്നത്തെ തലമുറ അവരുടെ മാതാപിതാക്കൾ മാറ്റമില്ലാത്ത സത്യമെന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളെയും അംഗീകരിക്കുന്നില്ല. ദൈവവചനത്തിന്റെ വിശ്വാസ്യത പോലും അവരിൽ പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ആഡംബര ഭ്രമം അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുക. സെൽഫ് ഡിനയലിന് പകരം സെൽഫ് എസ്റ്റീംഡ് ലൈഫ് സ്റ്റൈലാണ് അവരുടേത്.
ഇൻഫ്ലുവൻസേഴ്സും എത്തിയിസ്റ്റുകളായ ടീച്ചേഴ്സും ഫ്രീ തിങ്കേഴ്സും അവരുടെ പിയർ ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയകളും എല്ലാം അവരുടെ ലോകവീക്ഷണത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുക. ഇതിൻ്റെ മധ്യത്തിലാണ് കുത്തഴിഞ്ഞ നമ്മുടെ പ്രസ്ഥാനങ്ങളും അതിനെ നിയന്ത്രിക്കുന്ന മാതൃകയില്ലാത്ത മത്സരികളായ ആത്മീയ നേതൃത്വവും. എരുതിയിൽ എണ്ണ പോലെ ഈ ആളുകളെല്ലാം നിലകൊള്ളുക, എലക്ഷനും കേസും വഴക്കും വയ്യാവേലിയായിട്ട്. ഒടുവിൽ ജീവിതത്തിന്റെ അർത്ഥവും പർപ്പസും തിരിച്ചറിയാനാകാതെ നിരാശയുടെ ചതിക്കുഴിയിൽ പിശാച് നമ്മുടെ തലമുറകളെ കൊണ്ടെത്തിക്കുക. സ്വയകേന്ദ്രീകൃതമായ ജീവിതം അവരുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുക. വിവാഹമോചന നിരക്ക് നമ്മുടെ ഇടയിൽ വർദ്ധിക്കുക. രഹസ്യ പാപങ്ങൾ പെരുകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രോണിക് ഡിപ്രഷനിലേക്കും എന്തിന് ആത്മഹത്യയിലേക്കും പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പെന്തക്കോസ് തലമുറയുടെ കാര്യമാകട്ടോ. ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ ഇടയിലെ കാത്തിരിപ്പ് പ്രാർത്ഥനക്കാരുടെ കൂടെ ഇരുന്ന് അതിന് വിടുതലെടുക്കുമായിരുന്നു. കാര്യം കുറെ കൂടെ സീരിയസ് ആണെങ്കിൽ വല്ല ആത്മവരപ്രാപ്തരുടെ അരികിലെത്തിച്ചാൽ പ്രശ്നം അവരുടെ ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആത്മവരപ്രാപ്തരുടെ സ്ഥാനമെല്ലാം ഇന്ന് വ്യാജന്മാർ കയ്യേറിയപ്പോൾ നമ്മുടെ ഇടയിൽ ഒറിജിനൽ ഇല്ലാതെയായി പോയി. ഈയിടെ ഒരു ദൈവദാസന് 2020 സഭകളെ കുറിച്ച് പറഞ്ഞത് റോബോട്ടിക് ചർച്ചസ് എന്നാണ്. നമുക്കറിയാലോ, റോബോട്ട് പറയുന്നതെല്ലാം ചെയ്യും, പ്രോഗ്രാം ചെയ്തതെല്ലാം ചെയ്യും. ഇന്നത്തെ സഭകളിൽ ആക്ടിവിറ്റീസ് ഏറെ ഉണ്ട്, എല്ലാം ഉണ്ട്. ആരാധനയും പാട്ടും പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥനയും എല്ലാം ഉണ്ടെന്ന് പറയാം. പക്ഷെ അവയ്ക്കൊന്നും റോബോട്ടുകളെ പോലെ ജീവനില്ല. എല്ലാം പ്രോഗ്രാം ഓറിയന്റഡായ കൂടിവരവുകൾ മാത്രമാണ്. ഉപവാസ പ്രാർത്ഥനകൾ ഉപവാസ പ്രസംഗങ്ങളായി മാറിയിരിക്കുക. കാലം മാറിയപ്പോൾ നമ്മുടെ ഇടയില് കൂട്ടങ്ങളില് പ്രൊഫഷണൽ കൗൺസിലേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. നല്ല കാര്യം തന്നെ അത് കേട്ടോ. എന്നാൽ അവർക്കാർക്കും നമ്മുടെ തലമുറകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യങ്ങളിൽ ദൈവമക്കളായ നാം നമ്മുടെ ആത്മീയ അടിയന്തരാവസ്ഥ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സമയമാണിത്. റോമർ 13:11 അതാണല്ലോ നമ്മളെ ഓർപ്പിക്കുന്നത്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ. നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ, സമയത്തെ അറിയുന്നവരാ നമ്മൾ കേട്ടോ. സമയത്തെ അറിയാത്ത മണ്ടന്മാരല്ല വിശ്വാസികൾ. കാലത്തെ നമ്മൾ നന്നായി അറിയുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നോക്കണേ, മനുഷ്യൻ പാപത്തിൽ വീണ നിമിഷം മുതൽ ഈ രക്ഷണ്യ പദ്ധതിയുമായി അവനെ വീണ്ടെടുക്കാൻ, തന്നിലേക്ക് മടങ്ങി വരാൻ അവനെ തേടി വന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിളിന്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നത്. ആദമേ, നീ എവിടെയാണ് എന്ന ആ ഹൃദയഭേദകമായ വിളി ഇന്നും നമ്മുടെയൊക്കെ കർണപുടകങ്ങളിൽ മാറ്റൊലിയായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ? കയീനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന ചോദ്യം ആ സ്വർഗീയ പിതാവിൻ്റെതായിരുന്നില്ലേ? ആ ചരിത്രം പറഞ്ഞു പോകാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ഏറ്റവും ഒടുവിൽ വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ അതിൻ്റെ 22 ഈ അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആത്മാവും മണവാട്ടിയും അത് കേൾക്കുന്നവനും വരിക എന്ന് വിളിക്കുക. ഈ ദൈവവിളിയെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ദൈവം, യഹോവയായ ദൈവം സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. ഈ ദൈവവിളി മനുഷ്യവർഗത്തോടുള്ള അവിടുത്തെ അനന്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രകടനമാണ് സഹോദരങ്ങളെ. ഈ വിളി കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണല്ലോ നമ്മൾ. പ്രൈസ് ദി ലോർഡ്.
മാനസാന്തരപ്പെടാനും ദൈവത്തോട് യഥാസ്ഥാനപ്പെടാനും അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയിലൂടെ സ്വർഗീയ കുടുംബത്തിൻ്റെ ഭാഗമാകാനും ദൈവം മനുഷ്യന് ധാരാളം അത്തരം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അത്തരം സന്ദർഭങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ എത്രയോ സംഭവങ്ങൾ തിരുവചനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. സുവിശേഷം വേണ്ടുവോളം സമയം ലഭിച്ചിട്ടും അവരുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട എന്ന് തള്ളിപ്പറഞ്ഞവരാണവർ. നിർഭാഗ്യമെന്ന് പറയട്ടെ, പെട്ടെന്ന് കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ അവരെ പിടികൂടുമ്പോൾ പിന്നീട് അവർക്ക് അതിനുള്ള സമയം ലഭിക്കാതെ പോകും. മഹോപദ്രവ കാലത്തിൻ്റെ മൂർധന്യാവസ്ഥയിലും മാനസാന്തരപ്പെടാൻ കഴിയാതെ പോയ അത്തരം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. 9-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ പറയുന്നത്, ഈ മഹോപദ്രവ കാലത്തിൻ്റെ നടുവിലും ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത ബിംബങ്ങളെയും വിട്ട് അവർ മാനസാന്തരപ്പെട്ടില്ലെന്നാണ്. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ടും അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന് അവിടെ പിന്നെ എഴുതിയിരിക്കുന്നു. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധകലശം അവരുടെ മേൽ ചൊരിഞ്ഞിട്ടും അവർക്ക് മാനസാന്തരപ്പെടാൻ കഴിഞ്ഞില്ല. അതിൻ്റെ 9-11 വാക്യങ്ങൾ വായിച്ചാൽ മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയിട്ടും ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ അവർ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന് കാണാൻ സാധിക്കും. രണ്ടാമതൊരു കൂട്ടം സുവിശേഷം കേൾക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്ത ശേഷം പല കാരണങ്ങൾ കൊണ്ട് പിന്മാറിപ്പോയവരാണ്. പിന്നീടും പല പ്രാവശ്യം ദൈവവചനം കേൾക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴൊക്കെ ആത്മാവ് അവരെ മടങ്ങി വരാൻ ഉണർത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് ഒരിക്കലും അവർക്ക് സറണ്ടർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനവർ കൂട്ടാക്കിയില്ല. കയീനെ നോക്കിക്കേ, ആദ്യ മാതാപിതാക്കളുടെ കുടുംബത്തിലെ ആദ്യജാതനാണല്ലോ അവൻ. കുട്ടിക്കാലത്ത് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വയനീതിയിലാണെങ്കിലും യാഗമർപ്പിക്കാൻ അവൻ ഒരുമ്പെട്ടത്. അവസരം ഹാബേലിനെ പോലെ അവനും ദൈവത്തെ അറിയാനുള്ള അവസരം ലഭിച്ചവനാണ്. കയീനെ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് കേട്ടോ, നീ അതിനെ കീഴടക്കണമെന്ന് യഹോവ തന്നെ നേരിട്ട് അവനോട് വന്ന് കൽപ്പിച്ചതാ. പിന്നീട് സംഭവിച്ചതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അനീതി ചെയ്യുന്നത് അവൻ തുടരുകയായിരുന്നു. അവൻ അഴുക്കുള്ളവനായി തുടരുകയായിരുന്നു. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട യൂദയുടെ കാര്യവും മറിച്ചായിരുന്നില്ല കേട്ടോ. യേശു കർത്താവിനോട് അവൻ നടന്നേ. കൂടെയുള്ള തൻ്റെ സ്നേഹിതർ അപ്പോസ്തലന്മാരൊക്കെ യേശുവിനെ വിശ്വസ്തരായി എണ്ണി കൂടെ പോയപ്പോഴും അവൻ ഒരുത്തൻ മാത്രം അഴുക്കുള്ളവനായി, അനീതി ചെയ്യുന്നവനായി പോയതിൻ്റെ ചരിത്രവും നമുക്കറിയാമല്ലോ. അങ്ങനെ ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഈ തലമുറയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. മകനെ, മകളെ, ഡ്രഗ്സും ആൽക്കഹോളും നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാണ്. പോണോഗ്രഫിയും കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ നിന്റെ ഐഫോണിൻ്റെ വാതിക്കൽ കിടപ്പുണ്ട്, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാണ്. ഡിവോഴ്സിൻ്റെ സ്പിരിറ്റ് നിന്റെ കുടുംബത്തിൻ്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാണ്. ഹൈ ഡിപ്രഷനും ആത്മഹത്യയുടെ സ്പിരിറ്റും നിന്നെ വിഴുങ്ങിക്കളയാൻ നിന്റെ വാതിക്കൽ കിടപ്പുണ്ട് മോനെ, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് കേട്ടോ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഇങ്ങനെ നമ്മുടെ തലമുറകളോട് സംസാരിക്കുന്നുണ്ട്. കയീനോട് പറഞ്ഞ ദൈവം ഒരു വ്യക്തിയോട് മാത്രമല്ല, എല്ലാവരോടും ഇത് അവൻ്റെ ആത്മാവിൽ സംസാരിക്കുകയാണ്. പെന്തക്കോസ്തുകാരുടെ കുടുംബത്തിൻ്റെയും സഭയുടെയും വാതിക്കൽ അവസരം പാർത്ത് പമ്മിക്കിടക്കുന്ന പാപത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. ആരും ആർക്ക് നേരെയും വിരൽ ചൂണ്ടാനല്ല, ഞെളിയാതെ ഭയപ്പെട്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി മുഴങ്കാലിൽ ഇരുന്ന് കരയാനാണ് ദൈവമായ കർത്താവ് നമ്മോടിത് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിരന്തരമായ ശബ്ദം കയീനെ നിന്റെ വാതിക്കൽ
നിന്റെ കാതിൽ മുഴങ്ങിയിട്ടും മാനസാന്തരപ്പെടാഞ്ഞാൽ ഇതാ അവൻ കണ്ണിമയ്ക്കുന്നതിനിടയിൽ വരും. അപ്പോൾ നിനക്ക് മടങ്ങി വരാൻ അവസരം ലഭിക്കില്ല. ദൈവം കൈവിട്ടവരോട് ആ ദിവസം പറയുന്നതാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അതിൽ തുടർന്നു, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കയക്കൂ. കൃപയുടെ കാലത്ത് ദൈവവുമായി നിരപ്പായില്ലെങ്കിൽ പിന്നീട് അതിനുള്ള അവസരം ലഭിക്കില്ലെന്ന് മറക്കാതിരിക്കുക. യെരുശലേമിന് സംഭവിച്ചതായിരുന്നു. 3 വർഷം കർത്താവ് അവരുടെ മധ്യത്തിൽ പ്രസംഗിച്ചതാണ്. ഒടുവിൽ കർത്താവ് അവരെ ചൊല്ലി വിലപിക്കുന്നത് ലൂക്കോസ് 13:34 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്ത് കൊള്ളാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അവർക്കുള്ള അവസരം അവർ നഷ്ടപ്പെടുത്തുകയായിരുന്നു. ഒടുവിൽ ലൂക്കോസ് 19 വരുമ്പോൾ കർത്താവ് പിന്നെയും യെരുശലേം നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് കരയാണ്. കരഞ്ഞുകൊണ്ട് ആ സത്യം അവരോട് വിളിച്ചു പറഞ്ഞു, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരുമെന്ന് കർത്താവ് പറഞ്ഞു. യെരുശലേമിന് പിന്നീട് ഒരിക്കലും യേശുവിന്റെ ശബ്ദം കേട്ട് അനുസരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല കേട്ടോ. കർത്താവ് പ്രവചിച്ചതുപോലെ AD 70 ആ നഗരം ശത്രുക്കളാൽ നശിപ്പിക്കപ്പെട്ടു. അത് ചരിത്രമായി നിലകൊള്ളുന്നു. ദേവാലയം തീയിൽ വെന്ത് ചാരമായി. പിന്നീട് ഏകദേശം 2000 വർഷമായി ആ ദേവാലയം ഇന്നുവരെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഓരോ പ്രാവശ്യവും ദൈവം തന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ മുട്ടുമ്പോൾ, പിന്നെയാകട്ടെ കുറച്ചുകൂടി കഴിയട്ടെ, അടുത്ത അവസരത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുതേ. നിരപ്പാകേണ്ടവരോട് നിരപ്പാകാനും ശുദ്ധീകരണം പ്രാപിക്കേണ്ട കാര്യങ്ങളിൽ ശുദ്ധീകരണം പ്രാപിപ്പാനും ഇന്ന് തന്നെ നാം തയ്യാറായിക്കൊള്ളണം. ഇന്ന് തുറന്ന കൃപയുടെ വാതിൽ നാളെയും അതേപോലെ തുറന്നിരിക്കുമെന്ന് ഉറപ്പില്ല. ദൈവം വിളിക്കുമ്പോൾ പ്രതികരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ജ്ഞാനമെന്ന് ഞാൻ പറയും. ദൈവം കൈവിട്ടാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ രക്ഷിക്കാനാകില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കാതിരിക്കുക. കാരണം കൃപയുടെ സമയം സദാകാലം നിൽക്കുന്നതല്ല. ഭയാനകമായ കാര്യം, ദൈവവചനം പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും കഴിയാതെ വണ്ണം ഇന്ന് അനേകരുടെ കാതും ഹൃദയവും അടഞ്ഞിരിക്കുക. ഹൃദയകാഠിന്യം സംഭവിച്ച ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഇന്നെങ്ങും തുടങ്ങിയതല്ല കേട്ടോ. പഴയ പുതിയ നിയമങ്ങളിലുടനീളം ഹൃദയകാഠിന്യം സംഭവിച്ചവരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അനന്തര ഫലവും ഈ പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയ കാര്യം അവിടെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവന്റെ ഒടുവ് എങ്ങനെയായിരുന്നു, അതിൻ്റെ അനന്തരഫലം എന്തുമായിരുന്നു എന്നും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രം മാത്രം പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഓർത്തെടുത്ത് പിന്നെയും വായിച്ച് ഈ കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കണമേ. ഇസ്രായേൽ മക്കളെ നോക്കിക്കേ, ദൈവം അവരെ മിസ്രയീമി അടിമത്തിൽ നിന്ന് വിടുവിക്കുന്നതും ചെങ്കടൽ വിഭജിക്കുന്നതും മന്ന നൽകുന്നതും മേഘസ്തംഭവും അഗ്നി തൂണും കൊണ്ടവരെ നയിക്കുന്നതും ഇതെല്ലാം അനുഭവിച്ച ഇസ്രായേല്യർ ആവർത്തിച്ച് പിറുപിറുക്കുകയും മത്സരിക്കുകയും ചെയ്യുകയായിരുന്നു. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പാണ് സങ്കീർത്തനം 95:8 നമ്മൾ വായിക്കുന്നത്.
ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഹൃദയകാഠിന്യം സംഭവിച്ച അവരുടെ പിതാക്കന്മാർ അവിടെ വെച്ച് ദൈവത്തെ പരീക്ഷിച്ചു. അവന്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ തന്നെ ശോധന ചെയ്യുകയായിരുന്നു. അവരുടെ നിരന്തരമായ സംശയവും അനുസരണക്കേടും ദൈവത്തെ വളരെയധികം കോപിപ്പിച്ചു. ഒരു തലമുറ മുഴുവൻ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കില്ലെന്ന് ദൈവം തൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അവർക്ക് മാത്രമല്ല ഈ മുന്നറിയിപ്പ് കേട്ടോ. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 3:8 വരുമ്പോൾ നമ്മൾക്കും ഇതേ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഹൃദയം കഠിനമാക്കിയാൽ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് തന്നെ നമ്മൾക്കും സംഭവിക്കുമെന്ന മുന്നറിയിപ്പാണ് എബ്രായ ലേഖനകാരൻ നൽകുന്നത്. എന്തായിരുന്നു അവർക്ക് സംഭവിച്ചത്? 20 വയസ്സിന് മുകളിലുള്ള ഇസ്രായേൽ മക്കളിൽ ഒന്നുപോലും വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചില്ല. അതുപോലെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നമ്മളും കാത്തിരിക്കുന്ന സ്വർഗീയ കനാലിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധാത്മാവെന്ന് നമ്മളോട് പറയുക. അവരുടെ പിതാക്കന്മാരെ പോലെ നമ്മുടെ ആരുടെയും നിത്യത ഹൃദയകാഠിന്യം മൂലം നഷ്ടപ്പെടരുതേ. മറ്റുള്ളവരുടെ കുറവുകൾ വിലയിരുത്തി സമയം പാഴാക്കാതെ നമ്മുടെ നിത്യത ഉറപ്പുവരുത്താൻ ആത്മാവ് ഓർപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായി കേട്ടനുസരിച്ചേ മതിയാകുള്ളൂ. ആത്മാവ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കോണം. അതിനർത്ഥം നമ്മൾ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടവരാണെന്ന്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ കൂടെയുള്ള പരീശന്മാരും ശാസ്ത്രിമാരും അവൻ്റെ ഉപദേശം കേട്ടിട്ടും അത്ഭുതം കണ്ടിട്ടും മാനസാന്തരപ്പെട്ടില്ല. അവരുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് കർത്താവ് ദുഃഖിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സുവിശേഷങ്ങളിൽ. ഇത് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും മാത്രം സംഭവിച്ച കാര്യമല്ല കേട്ടോ. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും ഹൃദയകാഠിന്യം സംഭവിച്ചിട്ടുണ്ട്. മർക്കോസ് 8:18 അവർക്ക് ഹൃദയകാഠിന്യം സംഭവിച്ചതിൻ്റെ കാരണം കർത്താവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരോട്. അവർക്ക് കണ്ണുണ്ടായിട്ടും കാണാൻ കഴിഞ്ഞില്ല, ചെവിയുണ്ടായിട്ടും അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, അവൾക്ക് ഓർക്കാനും കഴിയുന്നില്ല. ആത്മീയ തിമിരവും അന്ധതയും ബാധിച്ച ഇവർക്ക് യേശു ആരെന്ന് തിരിച്ചറിയാനും അവൻ പറയുന്നത് ഗ്രഹിക്കാനും കഴിഞ്ഞില്ല. അതിനേക്കാൾ വലിയ മറ്റൊരു രോഗവും അവരെ ബാധിച്ചിരുന്നു, സ്പിരിച്വൽ ഡിമെൻഷ്യ. കാരണം അവരുടെ ഇടയിൽ കർത്താവ് ചെയ്തതും ഉപദേശിച്ചതും ഒന്നും അവർക്ക് ഓർക്കാൻ കഴിയുന്നില്ല. കുരുടന് കാഴ്ച നൽകിയതും കാറ്റിനെയും കോളിനെയും അടക്കിയതും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതും 7 അപ്പം കൊണ്ട് 4000 പോഷിപ്പിച്ചതും ഒക്കെ അവർക്ക് ഓർക്കുവാൻ കഴിയാതെ വണ്ണം ശിഷ്യന്മാരുടെ ഹൃദയം കടുത്തിരുന്നു. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആത്മീയ കാഴ്ചയും കേൾവിയുമൊക്കെ? നമ്മൾ കടന്നു വന്ന പാതയിൽ അവൻ നമ്മൾക്കായി ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കാൻ കഴിയുന്നുണ്ടോ? എവിടെ നിന്നാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് വല്ലപ്പോഴും ഓർക്കാറുണ്ടോ? ഇടുക്കവും ഞെരുക്കവുമുള്ള ഈ പാതയിലൂടെ മുമ്പോട്ട് യാത്രയ്ക്ക് നമ്മൾ ഈ ഓർമ്മ ആവശ്യമാണ് കേട്ടോ. ആത്മീയ ലോകത്തെ വ്യാജന്മാരെയും ദുരുപദേശത്തെയും തിരിച്ചറിയാനും ദൈവവചനം കേൾക്കുമ്പോൾ ഗ്രഹിക്കാനും നമ്മുടെ കാഴ്ചയും കേൾവിയും ഓർമ്മയും മങ്ങിപ്പോകരുത്. വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാതെ മരുഭൂമിയിൽ പട്ടുപോയ ഇസ്രായേൽ മക്കളുടെ അവസ്ഥ നമ്മൾക്ക് ആർക്കും ഉണ്ടാകരുതേ. 1 കൊരിന്ത്യർ 10:11 പറയുന്നത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുക. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി അത് എഴുതിയും വെച്ചിരിക്കുക തിരുവചനത്തില്. എന്നാൽ 22:11 നമ്മൾ വായിച്ച ഭാഗത്ത് വെളിപ്പാട് പുസ്തകത്തില് നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. ഇതല്പം ആശയക്കുഴപ്പമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ആരും നീതി ചെയ്തിട്ടല്ല നീതിമാന്മാരായത്. വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടത് യേശുക്രിസ്തു മൂലമാണ്. റോമർ 5:1 അത് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ
നീതിമാനാകാൻ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് സാധ്യമല്ല. ഈ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകും. നീതിമാൻ ഇനിയും നീതിമാനായി തുടരട്ടെ എന്നാ അവിടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധനായി തുടരട്ടെ എന്നാണ്. അതായത് ഹി ഹു ഈസ് റൈച്ചിയസ് ലെറ്റ് ഹിം ബി റൈച്ചിയസ് സ്റ്റിൽ. ഹി ഈസ് ദാറ്റ് ഹോളി ലെറ്റ് ഹിം ബി ഹോളി സ്റ്റിൽ. കർത്താവ് നമ്മളോട് പറയുന്നത് അവന്റെ രാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന് നീതിമാന്മാരായവരായി തുടരണം, വിശുദ്ധന്മാരായി തുടരണം എന്ന് തന്നെയാണ്. എങ്ങനെ നമ്മൾക്കിത് സാധ്യമാകുമെന്ന് ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞ് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാഞ്ഞവരുടെ ഒരു പട്ടിക ഇതിനെ തുടർന്ന് 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. 21-8-27 വാക്യങ്ങളിലും അതുപോലെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തവരെ. ഇനിയും 1 കൊരിന്ത്യർ 6-7 മുതൽ 10 വരെ 12 തരം ആളുകൾ ദൈവരാജ്യം അവകാശമാക്കിയെന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. പട്ടികയിൽപ്പെട്ട പാവം മാത്രമല്ല കേട്ടോ ആ ലിസ്റ്റിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഭീരുക്കളും ഭോഷ്ക് പറയുന്നവരും ഒക്കെ ആ ലിസ്റ്റിലുണ്ട്. ഒരു പെർസിക്യൂഷൻ വരുമ്പോഴത്തേന് പേടിച്ചോടുന്നവരും അതുപോലെ അവസരം കിട്ടുമ്പോഴൊക്കെ പൊളൈറ്റ് ലൈസ്, മാന്യമായ കള്ളമൊക്കെ പറയുന്നവരും ഒക്കെ ഈ ലിസ്റ്റിലാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന്. അതിലേതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ ഞാനും നിങ്ങളുമൊക്കെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. വാസ്തവത്തിൽ നമ്മളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നവരല്ല. അപ്പോൾ നമ്മൾ ആരും ദൈവരാജ്യത്തിൽ അവകാശമാക്കിയില്ലെന്നല്ലേ അതിനർത്ഥം? തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അവകാശമാക്കിയില്ല. എന്നാൽ നീതിമാനായിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് കൂടി കൊരിന്ത്യരിലൂടെ പൗലോസ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. കൊരിന്ത്യരാണ് വാസ്തവത്തിൽ അത് പറയുന്നത്. 1 കൊരിന്ത്യർ 6-11 അവിടെ ഈ വകക്കാരായിരുന്ന കൊരിന്ത്യർ ചെയ്തത് നോക്കി. അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും അവരെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, കൊരിന്ത്യർ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ അനുദിനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കണമെന്നാണ്. ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ്, ഇറ്റ്സ് ആൻ എവരിഡേ പ്രോസസ്. ദിനം തോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദിനം തോറും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ശുദ്ധീകരണവും കഴുകലും നടത്തി വേണം നമ്മൾ ഈ യാത്ര തുടരാൻ. 1 യോഹന്നാൻ 1:7 പറയുന്നത് പോലെ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഈ യാത്രയിൽ ഉറപ്പോടെ നമ്മുടെ ക്രിസ്തീയ യാത്ര തുടരാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ചിന്തകളിലൂടെ അവസാനിപ്പിക്കുന്നു.